ഒരു വൈദികൻ്റെ, ഒരു സമർപ്പിതൻ്റെ ഏറ്റവും വലിയ 2 ഉത്തരവാദിത്തങ്ങളാണ്. ഒന്നാമതായിട്ട്, ഇന്ന് യേശുനാഥൻ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ ജനക്കൂട്ടത്തോട് അനുകമ്പ തോന്നി എന്നാ പറയാം. ഇത് തന്നെയാണ് ഒരു മെഴ്സി. അതുപോലെ തന്നെ എൻ്റെ ഹൃദയത്തിൽ ഒരു ആർദ്രത എപ്പോഴും ഞാൻ കാത്തു സൂക്ഷിക്കണം. അത് കുടുംബജീവിതത്തിലായാലും സമർപ്പിത ജീവിതത്തിലായും ഈ ആർദ്രതയുള്ള വ്യക്തിയായിട്ട് മാറുമ്പോഴാണ് നമ്മൾക്കൊരു മനുഷ്യനായിട്ട് മാറുക എന്നുള്ളതാണ്. മറ്റുള്ളവൻ്റെ മുമ്പിൽ ഹൃദയ കാഠിന്യത്തോടു കൂടിയല്ല, ആർദ്രതയുള്ള കാരുണ്യമുള്ള വ്യക്തിയായിട്ട് മാറാൻ എനിക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. രണ്ടാമതായിട്ട്, വിയാനിയച്ചൻ തൻ്റെ സ്വപ്ന സാക്ഷാത്കാരമായ ഇടവകയിലേക്ക് കടന്നു ചെല്ലുന്ന സമയത്ത് ആ കുഞ്ഞിനോട് ചോദിക്കുന്നുണ്ട്, മോനെ, ആർസിലേക്കുള്ള വഴി ഏതാണ്? ആർസിലേക്കുള്ള വഴി ഏതാണെന്ന് ചോദിക്കുമ്പോൾ ആ കുഞ്ഞ് തമാശയായിട്ട് വിയാനിയച്ചനോട് ചോദിക്കുന്നു, വഴി കാണിച്ചു തന്നാൽ നീ എനിക്ക് എന്ത് തരുമെന്ന് ചോദിച്ചപ്പോൾ വിയാനിയച്ചൻ മറുപടിയായിട്ട് പറയുന്നു, പള്ളിയിലേക്കുള്ള വഴി കാണിച്ചാൽ നിനക്ക് സ്വർഗത്തിലേക്കുള്ള വഴി ഞാൻ കാണിച്ചു തരാം. എന്തോ ഒരു അർത്ഥവത്തായൊരു വാക്കാണെന്നറിയാം. അത് ഒരു പൗരോഹിത്യ ജീവിതത്തിൻ്റെയും സമർപ്പിത ജീവിതത്തിൻ്റെയും വലിയൊരു തിയോളജിയാണ് അതിലൂടെ നമുക്ക് പറഞ്ഞത്. വേറെ ഒരു അർത്ഥവും നമ്മളോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ജനത്തിന് സ്വർഗത്തിലേക്ക് കൈപിടിച്ച് നടത്തുക, അവന് കൈ ചൂണ്ടി കാണിച്ചു കൊടുക്കുക, അതാണ് ഉത്തരവാദിത്വം. പ്രാർത്ഥിക്കാം, ധ്യാനിക്കാം.